താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഗസ്റ്റിനെ പരിചയപ്പെടുത്താം. ആരാ പരിചയപ്പെടുത്തുന്നത്? ആരേലും പരിചയപ്പെടുത്താം. ഇത് മഹേഷ്. അല്ലല്ല, DIY എന്ന പദത്തിനെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടിയ ഡു ഇറ്റ് യുവർ സെൽഫ് മാറി മഹേഷ് ഇറ്റ് യുവർ സെൽഫ് എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വന്ന ഒരു ക്യാരക്ടറാണ് ഇവൻ. വണ്ടി പണി, അതെ, റോഡ് പണി, വീട് പണിയും. ഇവൻ പണിയാത്തതായിട്ട് ഒന്നുമില്ല. ഇവൻ ഇപ്പം ഞങ്ങളുടെ സ്റ്റുഡിയോയുടെ വലിയൊരു അസറ്റാണ്. അതെ, അസത്ത്. ഒരുപാട് സെറ്റ് ഓഫ് സ്കിൽസ് ഉള്ള ഞങ്ങളുടെ കൂട്ടുകാരനാണ്. അപ്പൊ വെൽക്കം ടു ദ ഷോ. കഴിഞ്ഞ 2 തവണ ഞാൻ മീനിനെ ഈ തവണ വെറൈറ്റി കേട്ട് ഞാൻ താറാവിനെ വീട്ടിലൊരു കുഞ്ഞു കൊച്ചുണ്ട്. ആ കുഞ്ഞു കൊച്ചിന് എന്നാ കളിപ്പാട്ടം കൊണ്ടുവന്നാലും കഴിഞ്ഞ തവണയും കളിപ്പാട്ടം, ഇത്തവണയും കളിപ്പാട്ടം. കുട്ടികളുടെ മനസ്സാണ്. ഈ മുട്ട പിള്ളേര് കഴിച്ച് വായി പോയി കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്തം പറയും. ഇത് പിള്ളേരുടെ വായിക്കാത്ത പോയ ആ ഉത്തരവാദിത്തം പറയും. 3 വയസ്സിന് മേളിൽ 3 വയസ്സിന് മേളിലോ എത്ര വയസ്സ് ആയിക്കോട്ടെ, പോയ കൊച്ചു കുട്ടികളുടെ ഭാവി കണക്കിലെടുത്ത് ഇനി വരാനിരിക്കുന്ന തലമുറയും കണക്കെടുത്ത് ഞാൻ അല്ല, ഈ സാധനം ഉപയോഗിക്കാൻ പറ്റത്തില്ല. കൊച്ചു കുട്ടികൾക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. കൊച്ചിന് അറിയാവൂടാ ഈ സാധനം കഴിക്കാൻ. ഞാനിവിടെ വായിലിട്ട് തീർന്നില്ലേ? പിന്നെ ഇത് കൈ തട്ടി കഴിഞ്ഞാൽ വേറെ ഡയറക്ഷനിലേക്ക് പോകും. അത് ഞങ്ങൾക്ക് മനസ്സിലായി. വില എത്രയാടാ? 400. എനിക്ക് കൗതുകമാണ് ഈ പിള്ളേർക്ക് ഇത് കാണുമ്പോ നല്ലതായിരിക്കും. 2 മുട്ടയുണ്ട് അവിടെ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് G-Shockന്റെ ഒരു വാച്ചാണ്. ഇതിന്റെ പ്രത്യേകം സോളാർ വാച്ചാ. സൈഡിൽ ഇത് വന്നിരിക്കുന്നുണ്ടോ? ഇത് സോളാറാ. ഇത് നമുക്ക് സ്പേസിലടക്കം പോകുമ്പോഴത്തേക്ക് ആക്യുറേറ്റ് ആയിട്ട് സമയം കിട്ടുന്ന ഒരു വാച്ചാ. 3 വരെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് സമയം കാണിക്കുന്ന ഒരു വാച്ചാ. അതുപോലെ തന്നെ ഇതിനകത്ത് പല കൺട്രീസിന്റെ ടൈം ഇതിനകത്ത് കിട്ടും. 200 mm മറ്റേ ഇത് വാട്ടറിന്റെ ഇതുള്ള വാച്ചാണ്. നല്ല വാച്ചാണ്. 200 മീറ്റർ. ഇതിന്റെ അകത്ത് സോളാറിന്റെ ബാറ്ററി ബാക്കപ്പ് ഇതിനകത്ത് കാണാൻ പറ്റും. ലോ, മീഡിയം, ഹൈ. അതിനകത്ത് ഇപ്പൊ ഉള്ളത് ഹൈ ആണ്. മൂന്നിലൊക്കെ ഉപയോഗിക്കാം. മാർച്ചിൽ പോകുമ്പോ നമുക്ക് ഉപയോഗിക്കാം. മാച്ചിന്റെ വില എന്ന് പറയുന്നത് 6000 രൂപ. 4000 രൂപയുടെ വാച്ച കൊടുത്തോ? ഇതാണ് എന്റെ പ്രോഡക്റ്റ്. ഇത്രേ ഉള്ളൂ. ഇതൊരു ഹെഡ് ലാമ്പ് ആണ്. ഇതിനകത്ത് 4 മോഡുകളുണ്ട്. ഫസ്റ്റ് വരുന്ന റെഡ് ഇൻഡിക്കേറ്റർ ആണ്. 5 മീറ്റർ വരെ ഇതിന്റെ ലെങ്ത് കിട്ടും. ആ ബ്രൈറ്റിന്റെ ഫസ്റ്റ് മോഡ് വരുന്നത് ഇത് 15 മീറ്റർ ഇതിന്റെ ലുമിൻസ് നമുക്ക് കിട്ടുന്നതാണ്. സെക്കൻഡ് മോഡ് ഇത് 35 മീറ്റർ വരെയുണ്ട് ഇതിന്റെ. അത് നമുക്ക് 8 മണിക്കൂർ വരെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. 8 മണിക്കൂർ കഴിഞ്ഞാൽ ഫസ്റ്റ് മോഡിലേക്ക് ഇത് തന്നെ ഓട്ടോ സ്വിച്ച് ആവും. കുട്ടിക്കൊക്കെ പ്രായമാകുമ്പോ കണ്ണ് കാണാൻ നിങ്ങളുടെ അവസ്ഥ എനിക്ക് കുറച്ച് ഇതിന്റെ വില എത്ര? ഇതിന്റെ വില ഇവത്തെ കിടക്കുന്ന MRP 3000 ആണ്. പക്ഷെ ഞാൻ മേടിച്ചത് 2000 രൂപയ്ക്കാണ്. ഓഫർ ഉണ്ടായിരുന്നു. സൈക്കിളിലൊക്കെ പോകുമ്പോൾ ഹെഡ്ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്റെ ജോലി ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ പ്രോഡക്റ്റ്. ഏത് ജോലി? ഞാൻ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആണ്. സ്റ്റോപ്പസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഫോറസ്റ്റിലാണ് അതിന്റെ വർക്ക് നടക്കുന്നത്. അപ്പൊ എനിക്ക് ഫോറസ്റ്റിൽ ടവറിലൊക്കെ കയറേണ്ടി വരും. ടവറിൽ കയറുമ്പോൾ വേറൊരാൾ എനിക്ക് നൈറ്റിലൊക്കെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മള് എല്ലാവരും ബെൽറ്റ് ഇട്ടുകൊണ്ടാണല്ലോ പുറത്തു പോകുന്നത്. ഇത് ഇച്ചിരി വ്യത്യസ്തമായ ബെൽറ്റ് ആണ്. നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒരു ബെൽറ്റിന്റെ സെറ്റപ്പ് അല്ല. ഇത് ഇങ്ങനെ കയറി കഴിഞ്ഞാല് നമുക്ക് നല്ല പ്രിസൈസ് ആയിട്ട്, മറ്റേ നമ്മൾ ഹോൾ ഇടണല്ലോ ഒന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്ത് സെറ്റ് ആയിട്ടുള്ള ഹോൾസ് ഉള്ളതായിരിക്കും. ഇത് വളരെ പ്രിസൈസ് ആയിട്ട് ഇത് ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് വേണ്ട കറക്റ്റ് സൈസിൽ ഇടാം. നമ്മൾ വേറെ പ്രത്യേകിച്ച് തുള ഇടേണ്ട ആവശ്യമില്ല, ഒന്നും ഇടണ്ട. പക്ഷെ കാണുമ്പോൾ ധൈര്യമുണ്ട്. ഇവിടെ നിന്ന് മറ്റേ കുക്ക് ചെയ്തേക്കുന്ന പോലെ ഒരു തോന്നൽ വരും വെളിയിൽ ഇൻസേർട്ട് ചെയ്ത് കാണുമ്പോൾ. അതിന്റെ സാധനം ഇങ്ങനെ ഇങ്ങനെ പിടിച്ചാൽ ഞാൻ യൂസ് ചെയ്തോണ്ടിരിക്കുന്നു. നല്ല സാധനം ആണോ? നീ ഇതാണോ യൂസ് ചെയ്യുന്നത്? എന്നിട്ട് നീ തന്നെ ഇതിലൂടെ കൊണ്ടുവരാൻ ഇതുപോലുള്ള ഇങ്ങനത്തെ സാമാനം അല്ലേ ഇതിന് പറയുന്നത്? ഗ്രിഡ് ഗ്രിഡ് നല്ല രസമുണ്ട് ഈ ഒച്ചയൊക്കെ. നശിപ്പിക്കും പിടിച്ചു വേണ്ട, പാവം നാളെ ഇത് ഇട്ടോണ്ട് വന്നിട്ടുള്ളതാണ്. 700 രൂപ ആദ്യമായിട്ട് അതിന് ഫുള്ള് ജോല.
ഇങ്ങനെ വേണം നമ്മള് റേറ്റിംഗ്. പെട്ടെന്ന് കാര്യം കഴിയും. ചുമ്മാ കോഴിയുടെ മുട്ട തേറാൻ. വിശാഖേ റെഡിയല്ലേ? പിന്നെടാ എന്നാ കുറെ നാള് കൂടി മഹേഷ് ചോദിച്ചതാ വായിക്കാൻ പറയാ. ഓർഡർ ലാസ്റ്റ് ഐറ്റം ഇൻ ആമസോൺ കാർട്ട്. ഓർഡർ എന്താ വെച്ചാ എങ്ങനാ എങ്ങനെ ഇവിടെ ഇരിക്കും നിന്റെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും കാർട്ടിൽ കിടക്കുന്ന ആദ്യത്തെ സാധനം നീ ഓർഡർ ചെയ്യണം. ഫോണെല്ലാം നെറ്റ്വർക്ക് എല്ലാം അടിച്ചു പോട്ടെ. എന്റെ കാട്ടില് ഒരു ഹോം തിയേറ്റർ 3997 രൂപ. അതുകൊണ്ട് ലാഭമായിട്ടാ നിന്റെ. അത് ലാഭമോ പോടാ. എന്റെ ഇതെന്നതാ 8000 രൂപയോ? നിനക്ക് ഈ വാച്ചില്ലേ കയ്യില്? ഇത് വേറെയാ. എന്റെ മാത്രം ഏറ്റവും ചെറിയ സാധനം. ഞാനൊരു കാര്യം പറയാം. എന്റെ ഇപ്പൊ അത്ര പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമുക്ക് ഗസ്റ്റിന്റെ കോർപ്പറേറ്റ് അടിമയില്ല ഇപ്പൊ പൈസ കാണും. കോർപ്പറേറ്റ് അടിമയ്ക്ക് പൈസ ഇല്ല. നീ നാട്ടുകാരെ പറ്റി യൂട്യൂബിൽ കിടന്നുണ്ടാക്കുന്നത് ഞാൻ അല്ലാതെ ഗസ്റ്റിന്റെ മാത്രമാണെന്ന് തീരുമാനിച്ചോ നീ? ഗസ്റ്റിന് സെറ്റ് ചെയ്തോട്. ഇപ്പഴേ ലെവലാ. നമ്മൾ ആദ്യം ആമസോണിൽ പോവുക. എന്നിട്ട് ആമസോണിൽ ഡയറക്റ്റ് ക്രെഡിറ്റ് കാർഡ് മഹേഷ് രവിശങ്കർ കാർഡ് കാർഡ് നമ്പർ ഞാൻ സെപ്പറേറ്റ് കാണിച്ചു. ഞാൻ പറഞ്ഞുതരാം. എനിക്ക് OTP സംസ്ഥാന സമ്മേളനല്ലേ. എന്നതാ സാധനം? മൗസ് പാഡ് എന്തോ ചെറിയ വിലയുടെ സാധനമാണ്. ഇത് എന്നതാണ് ഇത്രയും പരിപാടിയുള്ളൂ ഇതിന്റെ അകത്ത്? എന്നാണ് അതിനകത്ത് കേറിയിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിന്റെ അകത്ത്. ഈ ആമസോൺ ഭയങ്കര ലാഗാണ്. രാവിലെ ഞാൻ ആക്കിയിട്ട് വിളിച്ചു. ഓർഡർ പ്ലേസ്ഡ് വന്നു. അടുത്ത കാർട്ട് എടുത്ത് ഞാൻ ഈ ഫോണൊക്കെ ആയിട്ട് വീട്ടിൽ പോകും. ഇതിനകത്തെ കാർട്ടെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. അങ്ങനെ ഇടം കൊടുക്കേണ്ട കാര്യമുണ്ടോ? വേണം. ഓർഡർ ലാസ്റ്റ് ഐറ്റം ഇൻ ആമസോൺ കാർട്ട്. അത് മറ്റേ ആരുടെയാന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഗസ്റ്റിന്റെ ആണ് തീരുമാനിച്ചു. ഗസ്റ്റ് തീരുമാനിച്ചു. പച്ച പുറത്തുവാണ് ഞങ്ങള് സമ്മതിക്കും. ഇല്ല ഞങ്ങളെ ഫോണെ കിടക്കുന്ന ഓർഡർ ചെയ്ത്. നീ ഒന്നുമല്ലെങ്കിലും ഇത്രയും കഴിവുള്ളവനല്ലേ. ഞാൻ നിന്നെ ഇൻട്രൊഡക്ഷൻ ചെയ്ത് നിനക്ക് എങ്ങനെയാന്ന് കേട്ടല്ല. നീ ഇവിടെ ജനിക്കേണ്ടവനല്ല, അമേരിക്കയിലല്ല. നീ രക്ഷപ്പെട്ടേനാണ്. നീ അതൊക്കെ വെച്ചിട്ട് നീ ഒന്ന് ഓർത്ത് നോക്കി. ടാസ്ക് കംപ്ലീറ്റഡ്. റെഡി 1 3 4 5 നീ എല്ലാം എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ 3 2 1 ഗോ. 0. മുട്ടൊക്കെ ചുമ്മാ വരും. നോക്കിയതല്ലേ.